ഹായ് വയറ്. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതായത് ഇത് നമ്മുടെ ബിഗ് ബോസിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ അഭിശ്രീ എന്ന് പറയുന്നതാണ് ഇവരുടെ അക്കൗണ്ട്. ഇവരെന്നാ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. ബിഗ് ബോസിൽ നിന്ന് ചെന്നതിന് ശേഷം ഈ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആണ്. അബി ബിഗ് ബോസിൽ നിന്ന് എന്നതിനപ്പുറം ഈ അബിയുടെ ഭാര്യ പ്രഗ്നൻ്റ് ആയതിനെ തുടർന്നിട്ട് ഇപ്പോൾ വയറ് കാണിക്കൽ ചടങ്ങ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അതായത് ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് നാട്ടുകാരെ അറിയിക്കണം, നിറവയറാണെന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി സെൽഫി എടുക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്ന ഒരു സെറ്റപ്പാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ അഭിശ്രീ അവരുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട്. ഞാൻ ഫോട്ടോസ് കാണിക്കാം. ഇതാണ് ഒരു ഫോട്ടോ. ഭാര്യയും ഭർത്താവും കൂടെ വയറ് കാണിക്കുന്ന ഒരു ചടങ്ങ്. അത് കഴിയുമ്പോൾ ഭാര്യയുടെ മാത്രം വയറൊക്കെ കാണിച്ചുകൊണ്ടുള്ള കുറച്ചധികം ഫോട്ടോസ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്തു. ഇൻസ്റ്റാഗ്രാമിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫേസ്ബുക്കിൽ ഒരുപാട് ഓഡിയൻസ് വെറും ടോക്സിക്കാണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടൊരു സാധനം ഇട്ടാലും വന്ന് ചീത്ത വിളിക്കും, നമ്മൾ നെഗറ്റീവായിട്ട് സാധനം ഇട്ടാലും വന്ന് ചീത്ത വിളിക്കും. അതായത് ഫേസ്ബുക്കിലെ മെജോറിറ്റി ഓഡിയൻസും ചെറ്റകളാണ്. ചുരുക്കം ചിലരേ ഉള്ളൂ നല്ല ആൾക്കാർ, നല്ല രീതിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന നല്ല ആൾക്കാർ. ബാക്കി ഫേസ്ബുക്കിലെ മെജോറിറ്റി ആളുകളും വെറും തെണ്ടികളാണ്. നമ്മൾ തുറന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാവരും അല്ലേ കമൻറ്റ് ഇടുന്ന ചില ആൾക്കാർ, കമൻറ്റ് ഇടുന്നതിൽ ഭൂരിപക്ഷം ആളുകളും നെഗറ്റീവ് കമൻറ്റ് തന്നെ ഇടുന്നത് ഭയങ്കര ടോക്സിക്കാണ്. എന്ത് പോസിറ്റീവ് സാധനം ഇട്ടാലും അതിനെ നെഗറ്റീവാക്കി ഇടുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ മറ്റേ ഭാര്യയും ഭർത്താവും സെലിബ്രിറ്റീസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സന്തോഷങ്ങൾ വ്ളോഗുകളായി ഇവർ പുറത്തേക്ക് വിടും. അങ്ങനെ പുറത്തേക്ക് വിടുന്ന കൂട്ടത്തിൽ ഇവർ വിടുന്നൊരു മറ്റൊരു സാധനമാണ് ഈ ഭാര്യയുടെ വയറ് കാണിക്കൽ ചടങ്ങ്. ഈ പ്രസ്ഥാനം കേരളത്തിൽ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. ഈ കുറച്ചധികം നാളെന്ന് പറഞ്ഞാൽ ഫസ്റ്റൊക്കെ ഈ ടോപ്പും ചുരിദാറൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഭാര്യയെ പിടിച്ചു നിർത്തി അങ്ങനത്തെ ഫോട്ടോസൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ഫോട്ടോസ് മാറി ഇവരുടെ വയറ് നാട്ടുകാരെ മൊത്തം കാണിക്കുക എന്നൊരു പ്രസ്ഥാനത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ സാധനമല്ല. ഈ സാധനം നമ്മുടെ ദിയ കൃഷ്ണ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ചാനൽ ഈ സാധനം വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്നുണ്ട് ആം സൂപ്പർ ഹീറോയുടെ ഈ പറയുന്നൊരു ഫോട്ടോഷൂട്ട്. അപ്പോൾ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനത്തിലൂടെയാണ് അവരത് ചെയ്തത്. ചെയ്തപ്പോൾ അതിന് ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ വരികയും ഇതുപോലെ തന്നെ നിനക്ക് നാണമില്ലേടാ, ലജ്ജയില്ലേടാ, പുച്ഛമില്ലേടാ, പെണ്ണുമ്പിള്ളടാ, വയറ് നട്ടേരെ കാണിക്കുന്നുള്ള ചേച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ വരികയും അവരതിനെടുത്ത് റിയാക്ട് ചെയ്യുകയും നമ്മളതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കൃഷ്ണകുമാറിൻ്റെ മകളായിട്ടുള്ള ദിയ കൃഷ്ണയും ഇതേ പ്രസ്ഥാനം ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയ സമയത്ത്. അപ്പോൾ അന്നെല്ലാം കടുത്ത രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അഭിശ്രീ ഇതുപോലൊരു ഫോട്ടോഷൂട്ടായിട്ട് പുറത്തു വന്നപ്പോഴത്തേനും അവർക്കെതിരെയും ഭയങ്കര രീതിയിലുള്ള വിമർശനങ്ങൾ അങ്ങ് ഫേസ്ബുക്കിൽ നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇൻസ്റ്റാഗ്രാമിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റാഗ്രാമിലെ ഓഡിയൻസ് അത് സൂപ്പർ അടിപൊളി കിടക്കാച്ചി ഹാർട്ട് ഹൃദയം കണ്ണിക്കൂടെ തീപ്പൊരി വറുന്നൊക്കെ ഇട്ടിട്ട് സന്തോഷിക്കുമ്പോഴത്തേനും ഫേസ്ബുക്കിലെ കമൻറ്റുകൾ ഇപ്പോൾ വൈറലായ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ഒന്നാമത്തെ കമൻറ്റ് എന്താ, പോയി പണി നിൽക്കൂ, പണി നോക്കൂ. ഓക്കെ. ഈ കാണിക്കുന്നത് വളരെ മോശമാനേ. ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വളരെ നാണക്കേട്. പ്ലീസ് പണി നോക്കണേ. ജനിക്കാതിരിക്കുന്ന കൊച്ചിനെ കൂടെ പറയാനായിട്ട്. ഇതാണ് ആൾ ഉദ്ദേശിച്ച സാധനം. നിനക്കൊന്നും നാണം ഇല്ലേ? മാനം ഇല്ലേ? നീ അല്ലേ ലോകത്തിലെ ആദ്യത്തെ അമ്മ, കാണുന്നവർക്ക് പോലും അറപ്പ് തോന്നുന്നു എന്നും പറഞ്ഞിട്ടാണ് അടുത്തൊരു കമൻറ്റ്. അതായത് ഭാര്യയും ഭർത്താവും കൂടെ വന്ന് വയറ് കാണിക്കുമ്പോഴത്തേനും ഇവർക്ക് അറപ്പ് തോന്നുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരാൾ, കഷ്ടം, കുറച്ച് ഇഷ്ടമുണ്ടായിരുന്നു, അതങ്ങ് പോയി. നമുക്ക് ഇവരെയൊക്കെ ഇഷ്ടമായിരുന്നു. ഇവർ മാന്യമായിട്ടുള്ള വസ്ത്രധാരണത്തിലൂടെ പുറത്തോട്ട് വന്നിട്ടിരുന്നപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു, നമുക്ക് താല്പര്യമായിരുന്നു, നമുക്ക് സ്നേഹമായിരുന്നു. പോയി വയറ് കാണിച്ചോ, പോയി, തീർന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കാലമാണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് പല ആളുകളിലും അവരുടെ ശരീരഭാഗങ്ങൾ കാണിച്ച് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നോക്കുന്നൊരു സാഹചര്യമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു പ്രസ്ഥാനം വരുമ്പോഴത്തേനും ഇതിനെ ആൾക്കാർ അതേ കണ്ണോടെ കാണും. അതായത് സ്ത്രീയുടെ സൗന്ദര്യം ഇങ്ങനെ ഈ കണ്ണിക്കൂടെ കാണണം അല്ലെങ്കിൽ സെക്ഷൽ രീതിയിലൂടെ കാണണം എന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ സമൂഹത്തിനെ വാർത്തെടുക്കാൻ പലർക്കും സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലൊരിക്കലും ഈ അഭിശ്രീ എന്ന് പറയുന്ന ഇവർ അതിനെ ഒരു സെക്ഷൽ രീതിയിലേക്കല്ല അവതരിപ്പിച്ചത്. അതിനെ നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അത് അവരുടെ സന്തോഷപരമായ ഒരു മൂവ്മെൻറ്റ് എടുത്തപ്പോൾ അവരൊരു ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തതാണ്. അത് ഒരു സെക്ഷൽ രീതിയിലൂടെ പണം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലല്ല അവരത് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ആശയത്തിലൂടെ അത് കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ബാക്കി വായിക്കാം. അയ്യോ, ഇവരെ എനിക്കിഷ്ടമായിരുന്നു, എന്തിനിങ്ങനെയുള്ള ഫോട്ടോകൾ ഇട്ട് നാട്ടുകാരെ കാണിക്കുന്നത്? ഇതൊന്നും വലിയ സംഭവമല്ല.
ോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇവരൊരു ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിനെ അറിയിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സന്തോഷം പങ്കുവെക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ഫോട്ടോസ് അല്ലെങ്കിൽ ഇവരുടെ വയറ് കാണിക്കുന്ന ഫോട്ടോസ് മറ്റുള്ള ഫോട്ടോസ് ഇടുമ്പോഴത്തേനും അതിൻ്റെ പിന്നിൽ 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, നമുക്കിങ്ങനെ സന്തോഷമുണ്ടായി നാട്ടുകാരെ മൊത്തം അറിയിക്കുക. 2, ഇവരിങ്ങനെ ഫോട്ടോസ് ഇടുമ്പോഴത്തേനും അതിൽ നിന്നും അവർക്കൊരു കാശ് കിട്ടും, റവന്യൂ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. അതങ്ങനെ വലിയ മലമറിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ പോലും അവർക്കൊരു റവന്യൂ ഇതിൽ നിന്ന് കിട്ടും. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇങ്ങനെ വയറ് കാണിക്കുന്നതിനോട് താല്പര്യമില്ല. ഇപ്പോൾ ഭാര്യയും ഭർത്താവുമ്പോഴത്തേനും അവരുടെ പ്രഗ്നൻസി ഫോട്ടോ എടുത്ത് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നതിന് താല്പര്യമില്ല. എൻ്റെ കാരണം ഈ കാണുന്ന എല്ലാവരും അയ്യോ ഒരു അമ്മയുടെ മാതൃത്വം എന്ന് പറഞ്ഞ് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. ചില കാണുന്നവർ വയറ് എന്നുള്ള രീതി കാണും. ആ കാണുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത് എൻ്റെ ചിന്താഗതി ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ ഈ വയറൊക്കെ പുറത്തു കാണിക്കുന്നത് യോസോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും. എന്തായാലും ആട്ടെ, ഏതായാലും എനിക്ക് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കാണിക്കുമ്പോഴത്തേനും അതൊരു സെക്ഷൽ രീതിയിലല്ലാത്തതുകൊണ്ട് അതിന് നമുക്ക് വലിയ രീതിയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇവർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നീ കാണും, പൈസ തന്ന് നീ വയറ് കാണും, ആ സെറ്റപ്പ് അല്ലാത്തത് കൊണ്ട് അത് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പേഴ്സണലി ഇങ്ങനെ കാണിക്കുന്നതിനോട് താല്പര്യമില്ല. എന്താ ഇപ്പോൾ ഇതിൻ്റെ സീസണാണോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അടുത്തൊരു കമൻറ്റ്, ഒരു കുട്ടി ജനിക്കുന്നവരെ എത്ര ടെൻഷൻ ഉണ്ടാവും, വെറുതെ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുന്നതായിരുന്നു നല്ലത്. അപ്പോൾ അതൊക്കെ വെറും ഒരു കണ്ടൻറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അവർ കണ്ടൻറ്റിന് തന്നെ ചെയ്യുന്നതാണ്. അതിൽ നിന്ന് അവർക്ക് തീർച്ചയായിട്ടും റവന്യൂ ഉണ്ടാകും. നിങ്ങളിടുന്ന ഓരോ കമൻറ്റിൽ നിന്നും അവർക്ക് ദമ്പടി കിട്ടും. അതിനകത്ത് നിന്ന് യാതൊരു തർക്കവുമില്ല. അടുത്തത്, വളരെ മോശമായിപ്പോയി, ആളുകൾ എന്താ ഇത്രയും അതം പതിക്കുന്നേ, എല്ലാം തുറന്ന് കാണിച്ചാൽ ലൈക്ക് കമൻറ്റ് കിട്ടുമെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? മോശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യേ എന്നും പറഞ്ഞുകൊണ്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരുപാട് ആൾക്കാരുടെ കമൻറ്റ് ഇവരെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇങ്ങനെ ഒന്നും വേണ്ടായിരുന്നു, ഇവരോട് ഇഷ്ടം പോയി, കഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ ഫോട്ടോ ഇട്ടതോടെ ഒരുപാട് പേർക്ക് ഇവരെ ഇഷ്ടമില്ലാതെ ഇവർക്കെതിരെ ഒരു ഹെയ്റ്റ് വരുന്നുണ്ടെന്നാണ് ഇവർ സംസാരിക്കുന്നത് പല ആൾക്കാരും. കഷ്ടം, ഇവളെയൊക്കെ കൊണ്ട് FB തുറക്കാൻ വയ്യല്ലോ, ഓരോ എന്തോ എഴുതി വെച്ചേക്കുന്നത്, വയറ് വരെ കാണിച്ച് പൈസ ഉണ്ടാക്കൽ, പോയി പണിയെടുത്ത് ജീവിക്കടാ. ഈ പോയി പണിയെടുത്ത് ജീവിക്കടാ നമുക്ക് എല്ലാവർക്കും വരുന്ന കമൻറ്റാണ്. പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇത് ബേസിക്കലി ഒരു പണിയാണ്. ഇപ്പോൾ ഈ ഫുൾ ടൈം യൂട്യൂബർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറായിട്ട് നിൽക്കുന്നവർക്ക് ഇതാണ് പണി. നിങ്ങൾ ഒരു വർഷം ഉണ്ടാക്കുന്ന പൈസയായിരിക്കും ഇവരെല്ലാം 1-2 മാസം കൊണ്ട് ഉണ്ടാക്കുന്നത്. അത്രയ്ക്കധികം റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പോസ്റ്റ് ഇട്ടു, ഇതിൽ നിങ്ങളിടുന്ന ഓരോ കമൻറ്റിനും ഇവർക്ക് റവന്യൂ ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ടാണോ ഇത് ഇട്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അഭിശ്രീൻ്റെ എക്സ്പ്ലനേഷൻ ഉറപ്പായിട്ട് വരും. അബി ഉറപ്പായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരും. കാരണം ഇതിന് മുമ്പും പുള്ളിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയായിട്ട് പുള്ളി വന്നിട്ടുണ്ട്. നാശങ്ങൾ, ഇതിനെയൊക്കെ വീട്ടിൽ തന്തയും തള്ളയും ഇല്ലേ ദൈവമേ എന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ തന്തയും തള്ളയുള്ളവർ വയറ് കാണിക്കാതിരിക്കുക. ഇത്രയും വേണ്ടായിരുന്നു. മോശം, ആ കുട്ടിയോടുള്ള ക്രൂരത വളരെ മോശം. എന്തൊക്കെ പരിഷ്കാരങ്ങൾ, വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് വരെ നാണക്കേട്, വൃത്തികേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻസ് ഇവരുടെ ഈ പോസ്റ്റുകൾക്ക് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു വലിയ ചർച്ചാ വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വയറ് കാണിക്കൽ ചടങ്ങെന്നുള്ളത്. അപ്പോൾ ഈ ബേസിക്കായിട്ട് ഇൻഫ്ലുവൻസേഴ്സ് കാണിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, കാണുന്ന എല്ലാവരും അയ്യോ ഒരു അമ്മയും ഭർത്താവും ഭാര്യയും അവരമ്മയാകാൻ പോകുന്ന അയ്യോ വയറ് കാണിച്ചു, ഇതൊരു സന്തോഷം, നിഷ്കളങ്കമായ സ്നേഹം എന്നൊന്നും ഇവിടെ കാണിക്കുന്ന ഒരുത്തനും ചിന്തിക്കത്തില്ല. അവളുടെ വയറ് കാണിച്ചു, അല്പവസ്ത്രധാരയ, ഇങ്ങനെ ചിന്തിക്കത്തുള്ളൂ കുറേ ആളുകൾ. അതുകൂടെ മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമമായിരിക്കും. എന്തായാലും ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. അപ്പോൾ മറ്റൊരു വീട്ടാണ് വരെ.